പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ വന്നതോടെ കനത്ത രാഷ്ട്രീയ തിരിച്ചടിയേറ്റത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനാണ്. നെതന്യാഹുവിന്റെ ജനപ്രീതി ഇടഞ്ഞെന്നാണ് പുറത്തുവരുന്ന സർവേകളിൽ തെളിയുന്നത്. സ്വന്തം നാട്ടുകാരിൽ നിന്ന് തന്നെ കനത്ത പ്രഹരമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ഇറാനുമായി നടത്തിയ യുദ്ധത്തിൽ ഒടുവിൽ വിജയിച്ചത് ഇറാൻ തന്നെയാണെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് സാക്ഷാൽ ഇസ്രായേൽ ജനത. ജെറുസലേമിലെ പ്രശസ്തമായ ഹീബ്രു യൂണിവേഴ്സിറ്റി നടത്തിയ ഏറ്റവും പുതിയ സർവേയിലാണ് നെതന്യാഹു സർക്കാരിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുന്ന ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. സർവേയിൽ പങ്കെടുത്ത 92% ഇസ്രായേലികളും യുദ്ധത്തിൽ ഇറാനാണ് വിജയിച്ചതെന്ന് അടിവരയിട്ട് പറയുന്നു. യുഎസും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായ സമാധാന കരാറിന് പിന്നാലെ ജൂൺ 17-നും 20-നും ഇടയിലാണ് ഈ നിർണായക സർവേ നടന്നത്. നെതന്യാഹുവിനെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുന്ന തീവ്ര വലതുപക്ഷ ചിന്താധികാരായ ഇസ്രായേലികളിൽ പോലും 93.1% പേരും വിശ്വസിക്കുന്നത് ഇറാൻ തന്നെയാണ് കളം പിടിച്ചതെന്നാണ്. ഇസ്രായേൽ പ്രഖ്യാപിച്ച യുദ്ധലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഭരണകൂടം ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് 80%-ലേറെ ജനങ്ങളും വിശ്വസിക്കുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നെതന്യാഹു യുദ്ധം മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് വിശ്വസിക്കാൻ വെറും 26.5% ആളുകൾ മാത്രമേ ഇസ്രായേലിൽ ഇന്നുള്ളൂ. ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ ജനത മാർക്കിട്ടിട്ടില്ല. സർവേയിൽ പങ്കെടുത്ത 70% ആളുകളും ഈ യുദ്ധ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ ട്രംപ് വലിയ പരാജയമായിരുന്നു എന്നാണ് വിലയിരുത്തിയത്. ഇതിനിടെ പശ്ചിമേഷ്യയിലെ കനത്ത യുദ്ധ സാഹചര്യം പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനും യുഎസും തമ്മിലുള്ള അതിനിർണായകമായ ചർച്ചകൾ ഇന്ന് സ്വിറ്റ്സർലൻഡിൽ ആരംഭിക്കുകയാണ്. ഇതിനായി ഇറാന്റെ വൻ ഉന്നതതല സംഘം സ്വിറ്റ്സർലൻഡിൽ എത്തിക്കഴിഞ്ഞു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഗാലിബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി എന്നിവരാണ് ഇറാൻ സംഘത്തെ നയിക്കുന്നത്. യുഎസ് സംഘത്തിന് നേതൃത്വം നൽകുന്നത് വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. മധ്യസ്ഥത വഹിക്കുന്നതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും സ്വിറ്റ്സർലൻഡിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഇറാനും യുഎസും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയിട്ടും ഇസ്രായേൽ ഇപ്പോഴും ലെബനാനിൽ ചോരപ്പുഴ ഒഴുകുകയാണ്. ഈ കൂട്ടക്കുരുതി തുടരുന്ന പശ്ചാത്തലത്തിലാണ് സ്വിറ്റ്സർലൻഡിൽ ലോകം ഉറ്റുനോക്കുന്ന ഈ നിർണായക ചർച്ച നടക്കുന്നത്. ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച 14-ഇന ധാരണാപത്രം ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ അടിയന്തരമായി വെടിനിർത്തൽ കൊണ്ടുവരുന്ന കാര്യവും ഈ ചർച്ചകളിൽ പ്രധാന അജണ്ടയായി മാറിയേക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ലെബനാനിലെ ഇസ്രായേൽ സൈനിക നടപടികളെ ചൊല്ലി കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രശംസിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഖത്തർ യുഎസിന് സമ്മാനിച്ച പുതിയ എയർഫോഴ്സ് 1 വിമാനം അനാച്ഛേദനം ചെയ്യുന്നതിനിടയിലാണ് ട്രംപിന്റെ പരാമർശം. ഇസ്രായേലിനൊപ്പം ഞങ്ങൾ മികച്ച രീതിയിൽ പോരാടിയിട്ടുണ്ട്. ഇസ്രായേലുമായി വലിയൊരു ബന്ധമാണുള്ളത്, ട്രംപ് പറഞ്ഞു.